പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ ഈ 41 ദിവസത്തെ നിയോഗ പ്രാർത്ഥന ഏറ്റെടുത്ത എല്ലാവർക്കും സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിങ്ങളുടെ 5 കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ എത്രയും പെട്ടെന്ന് നടത്തി കിട്ടട്ടെ. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം മുതൽ 1 പത്രോസ് 5-ാം അധ്യായത്തിൽ 5 മുതൽ തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുക. തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തിക്കൊള്ളാം. അപ്പോൾ സ്നേഹമുള്ളവർ, ഈശോ പറയുന്നത് ദൈവമായ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുക എന്നാണ്. താഴ്മയോട്. അപ്പോൾ അവിടെ നമ്മൾ എളിമപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മൾ ഒരു വിശുദ്ധനാകേണ്ടിയിരിക്കുന്നു. അവിടെ പാവങ്ങളെല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി പശ്ചാത്തപിച്ച് ഒരു വിശുദ്ധനായി മാറിക്കഴിയുമ്പോൾ, ഒന്ന് എളിമപ്പെട്ട് കഴിയുമ്പോൾ, മക്കളെ, നമ്മുടെ ഈ ഭാരമൊക്കെ അങ്ങോട്ട് മാറും, പ്രതിസന്ധികളങ്ങ് മാറും. അതുകൊണ്ടല്ലേ നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ തന്നെ ആന്തരിക സൗഖ്യം കിട്ടുന്നു, രോഗസൗഖ്യം കിട്ടുന്നു, മനസ്സിൻ്റെ ഭാരം മാറുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ ബാലൻസ് ഞാൻ നാളത്തേൽ ഞാൻ അയക്കാം. നമുക്ക് നമ്മളെ തന്നെ വിശദീകരിക്കാം. നമ്മുടെ പാവങ്ങളോടത്തുനിന്ന് നമുക്ക് പശ്ചാത്തപിക്കാം, മാപ്പ് ചോദിക്കാം. 5 കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന 5 കാര്യങ്ങൾ ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഈ 3-ാം തീയതി ഓഗസ്റ്റ് 3-ന് വൺ ഡേ ധ്യാനമുണ്ട്. 14-ാം തീയതി താമസമുള്ള ധ്യാനമുണ്ട്. നിങ്ങൾ വരിക, മറ്റുള്ളവരെ പറഞ്ഞു വിടുക. നമ്മുടെ ധ്യാന കേന്ദ്രം സെബിയൂർ നോർത്ത് മലയാറ്റൂര്, എറണാകുളം ഡിസ്ട്രിക്ട്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, മക്കൾ ഇവർ സമർപ്പിച്ചിരിക്കുന്ന 5 കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണമേ കർത്താവെ, നടത്തി കൊടുക്കണമേ. ഇന്ന് വെള്ളിയാഴ്ച ദൈവത്തിൻ്റെ പീഡാനുഭവങ്ങൾ അധികമായി ധ്യാനിക്കുവാനും കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഇവരുടെ മേൽ തളിച്ച് വിശദീകരിക്കുവാനും ഇടവരുത്തണമേ, അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ധ്യാനകേന്ദ്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ നിയോഗങ്ങളും സാധിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സമർപ്പിക്കാത്ത മക്കളുണ്ട്. വേദനകൾ കണ്ട് മനസ്സിലാക്കി ഈശോയെ ഒരു കൈ സഹായം അവർക്ക് കൊടുക്കണേ കർത്താവേ. ഒന്ന് തൊടണേ കർത്താവേ, ഒന്ന് സ്പർശിക്കണമേ കർത്താവേ. ഒരു സാന്ത്വനം ഇത് കേൾക്കുന്ന മക്കൾക്ക് നൽകണമേ. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഇതിലെന്തെങ്കിലും ഒരു കമൻറ്റ് റൈറ്റ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ, മക്കളെ, നമ്മുടെ ഗ്രൂപ്പ് വളരും, നമ്മുടെ ധ്യാനകേന്ദ്രം വളരും. നിങ്ങൾ ചെയ്യുന്നതൊരു ദൈവവേലയാണ്, പ്രേക്ഷിത പണിയൂടിയാണ് വരുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സുചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് കേൾക്കുന്ന മക്കൾ, കേൾക്കാൻ പോകുന്ന മക്കൾ, ഇത് അയച്ചു കൊടുക്കുന്ന മക്കൾ, പ്രേക്ഷിത ജോലി ചെയ്യുന്ന മക്കൾക്ക് കർത്താവെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കണേ കർത്താവെ. യേശുവേ നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി അയച്ചു കൊടുക്കുക. അങ്ങനെയല്ലേ ധ്യാനകേന്ദ്രം വളരുക. ബഥേൽ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ നിങ്ങളുടെ കുടുംബ, തൊഴിൽ, വ്യാപാരങ്ങൾ, കൃഷി എല്ലാം ആസ്വദിക്കപ്പെടട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എപ്പോഴും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ കുടുംബത്തിന്, അവരുടെ ജീവിതത്തിന് മേൽ എപ്പോഴും ഉണ്ടാകട്ടെ. നിത്യപിതാനുപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. കുറച്ച് പേർക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും കമൻ്റ് എഴുതുക, അല്ലെങ്കിൽ ഒരു ആമീനിലും എഴുതുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വന്ന്, നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് യേശു കടന്നു വന്ന് ഒരു അത്ഭുതം നടത്തട്ടെ. ആമേൻ.